ഹായ് ഹലോ പ്രീതാസ് വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു. ഇന്ന് മിഥുനമാസം 1-ാം തീയതിയായിരുന്നു. രാവിലെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം അമ്പലത്തിലുമൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ. നല്ല മഴയായിരുന്നു. ഇത് നമ്മുടെ മാർക്കോ ഒരു ബൈൻഡിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നതാണ് മഴയായിട്ട്. നല്ല ശക്തിയായ മഴയാണ്. 2 ദിവസമായിട്ട് നന്നായിട്ട് പെയ്യുന്നുണ്ട്. ഓരോ മഴത്തുള്ളിയുടെയും കനം കണ്ടാൽ തന്നെ അറിയാം നല്ല ശക്തിയായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഭയങ്കര മഴ ആയിരുന്നു. കുടയൊക്കെ പിടിച്ചുകൊണ്ടാണ് അമ്പലത്തിലേക്ക് പോയിട്ട് വന്നത്. ഇത് നമ്മുടെ തക്കാളി എല്ലാം മഴ കാരണം ഒരുവിധം ചാഞ്ഞ് ഒടിഞ്ഞൊക്കെ കിടക്കുകയാണ്. കുറേ തക്കാളിക്ക് ഉണ്ടായിരുന്നത് ഞങ്ങൾ നേരത്തെ പറിച്ചു. ഇത് അതിൽ നിന്നിരുന്ന തക്കാളിയാണ്. അതെല്ലാം അങ്ങ് പഴുത്ത് കുറേയൊക്കെ. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പഴുത്തത് കിട്ടിയായിരുന്നു. പിന്നെ ഇത് അതിൽ നിന്ന തക്കാളി പഴമാണ്. 2 ദിവസമായിട്ട് മുകളിലോട്ട് കയറി നോക്കാൻ ഭയങ്കര മഴ കാരണം പറ്റിയില്ല. അങ്ങനെ തക്കാളിപ്പഴമൊക്കെ തറയിൽ വീണതൊക്കെ 2-3 കേടായിപ്പോയി. ബാക്കി നല്ല തക്കാളിയായിരുന്നു. എല്ലാം ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് 1-2 പച്ചത്തക്കാളി മാത്രമേ നിൽപ്പുള്ളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയുടെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അത് ദോശ ഉണ്ടാക്കാമെന്നാണ് കരുതിയത്. പക്ഷേ മഴ കണ്ടപ്പോൾ ദോശ കട്ട് ചെയ്തു. ദോശ എന്നും ദോശയാണല്ലോ. ദോശ, ഇഡലി, അപ്പം എല്ലാം കഴിച്ച് എല്ലാവരും മടുത്തിരിക്കുകയാണ്. എന്നാൽ പിന്നെ പൂരിയാക്കാമെന്ന് കരുതി. പൂരിക്ക് ഞാൻ ഗോതമ്പ് പൊടി, അതേപോലെ മൈദാമാവ്, പിന്നെ 2 സ്പൂൺ റവ ഇത്രയാണ് ചേർക്കുന്നത്. മൈദാമാവ് മാത്രമാണ് മിക്കവാറും ആൾക്കാർ പൂരിക്ക് എടുക്കുന്നതെന്ന് അറിയാം. പക്ഷേ ഞാനിങ്ങനെ ഇത് 3 എണ്ണവും ചേർക്കും. റവ ഒരു 2 സ്പൂണേ എടുത്തുള്ളൂ. അത് പൂരിക്കൊരു തരിതരിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നീട് ഒരു അല്പം വെളിച്ചെണ്ണയും ഉപ്പും ഒഴിച്ച് നന്നായിട്ടിങ്ങനെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് രാവിലെ ഒരുപാട് നേരത്തെ കുഴച്ച് വെക്കണമെന്നില്ലല്ലോ. പൂരിക്ക് എളുപ്പം കുഴച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും കുഴച്ച് വെച്ചിട്ട് ഉണ്ടാക്കാമെങ്കിൽ നല്ല സോഫ്റ്റ് ചപ്പാത്തി ആയിരിക്കും. സാധാരണ പൂരി ഉണ്ടാക്കുമ്പോൾ തലേന്ന് കടലയോ ഗ്രീൻ പീസിനോ ഒക്കെ വെള്ളത്തിലിടുന്ന പതിവുണ്ട്. പക്ഷേ ഇത് രാവിലെ തീരുമാനിച്ചതായതുകൊണ്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ മുട്ടക്കറിക്ക് മുട്ടയൊക്കെ എടുത്ത് പുഴുങ്ങി വെച്ചു. പൂച്ച മീനില്ലാത്തതിന് കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കടലിൽ കപ്പൽ മുങ്ങിയത് കൊണ്ട് ആരും മീനൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ കുറച്ച് ദിവസമായിട്ട്. പിന്നീട് മഴയായിട്ടും വലിയ മീനൊന്നും വരുന്നതുമില്ല. അങ്ങനെ പൂച്ചയ്ക്കാകെ കലിപ്പിൽ നിൽക്കുകയാണ്. ഇത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും വഴറ്റിയെടുക്കുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് പിന്നെ അതേ ഉള്ളല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അത് പിന്നെ എളുപ്പം അങ്ങ് ആവുമല്ലോ മുട്ടക്കറി ആകുമ്പോൾ. അതുകൊണ്ട് അത് പൊരിയാക്കാമെന്ന് കരുതി. പിന്നെ വേറെ ഇനി കടലയൊക്കെ വെള്ളത്തിൽ തലേദിവസം ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. പിന്നെ ഉരുളക്കിഴങ്ങ് കറി ആർക്കും അത്ര ഇഷ്ടമല്ല. പിന്നെ ഇത് മുട്ടക്കറി ആകുമ്പോൾ പിന്നെ വലിയ പരാതിയൊന്നും ഇല്ലാതെ എല്ലാവരും കഴിച്ചോളുമല്ലോ എന്ന് കരുതിയാണ് പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതിയത്. അങ്ങനെ എളുപ്പം അത് ഉണ്ടാക്കുകയാണ്. ഇതിനി ഒന്ന് തിളച്ച് ആകുമ്പോഴത്തേനും ഉള്ളി വഴറ്റിയെടുക്കുന്ന പാടല്ലേ ഉള്ളൂ മുട്ടക്കറിക്ക്. അന്നേരം പെട്ടെന്നാവും. പിന്നീട് കുറച്ച് പൂരിയൊക്കെ ഞാൻ ചുട്ടെടുത്തു. പൂരി നമുക്ക് എളുപ്പം കുഴച്ച് വെച്ചിട്ട് ഉടനെ ഉണ്ടാക്കിയാലും നന്നായിട്ട് പൊങ്ങി വരും. ചപ്പാത്തിക്കാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ ചപ്പാത്തി നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ. പൂരിക്ക് പിന്നെ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ചാൽ ഉടനെ ചൂടോടെ നമ്മൾ കഴിക്കണം. കുറച്ച് നേരം അവിടെ വെച്ചിട്ട് പോയാൽ പിന്നെ അങ്ങ് തണുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പൂരി കഴിക്കാൻ പറ്റത്തില്ല. സാധാരണ ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാറാകുമ്പോഴാണ് പൂരി ഉണ്ടാക്കത്തുള്ളൂ. ഒരുപാട് നേരം ചുട്ട് വെച്ചിരുന്ന ആർക്കും അത്ര ഇഷ്ടമല്ല പൂരി. അങ്ങനെ ഞാൻ ഓരോരോ പൂരിയായിട്ട് ചുട്ടെടുക്കുകയാണ്. ഒരു ഗോതമ്പ് പൊടി തോനെ മൈദാമാവ് കുറച്ചെടുത്താലും മതി. നന്നായിട്ട് പൂരി പൊങ്ങി വരും. അതുപോലെ മുട്ട പുഴുങ്ങുമ്പോൾ നമ്മൾ അല്പം ഉപ്പൊക്കെ ഇട്ട് പുഴുങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് മുട്ടയുടെ തോട് ഇളകി വരും. പിന്നെ നമ്മുടെ നാടൻ മുട്ടയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ തോട് ഇളകി വരാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ പൂരിയുടെ കറിക്ക് ഒരുപാട് ജ്യൂസായിട്ടിരിക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇവിടെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കിയേക്കുന്നത് കേട്ടോ. പിന്നെ ചായയൊക്കെ ഇട്ടു. ഞങ്ങൾ തണുപ്പായതുകൊണ്ട് ചായയും പൂരിയും മുട്ടക്കറിയൊക്കെ കഴിക്കുകയാണ്. അവരെല്ലാവരും കഴിക്കുന്നുണ്ട്. പക്ഷേ അവർക്കാർക്കും വീഡിയോയിൽ വരുന്നത് താല്പര്യമില്ലാത്തത് കൊണ്ട്
ഞാൻ തന്നെ കഴിക്കുന്നതാണ് ഇടുന്നത് കേട്ടോ. എൻ്റെ മുഖം മാത്രം നിങ്ങളെപ്പോഴും കണ്ട് കണ്ട് ബോറടിച്ച് കാണും. എങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ആർക്കും താല്പര്യമില്ല യൂട്യൂബിൽ അവരുടെ മുഖമൊന്നും വരരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. അങ്ങനെ ഞാൻ തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. ഇത് പിന്നെ ഉച്ചക്കലത്തേക്ക് നോക്കിയപ്പോൾ ഒരു ശീമച്ചക്ക കിട്ടി. ഇപ്പോൾ ശീമച്ചക്കയുടെ സീസണാണല്ലോ എല്ലായിടത്തും. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ആദ്യമായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഒരു ഫ്രണ്ട് കൊണ്ട് തന്നതാണ്. അവരുടെ വീട്ടിൽ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ആദ്യമായിട്ട് പിടിച്ച് ഒരുവിധം വിളവായപ്പോഴേ ഞങ്ങൾക്ക് കൊണ്ട് തന്നതാണ്. നല്ല ടേസ്റ്റുള്ള ശീമച്ചക്കയാണ്. ശീമച്ചക്ക വെച്ച് ഒരുപാട് കറികളുണ്ടാക്കാം. നമുക്ക് സാധാരണ തോരൻ വെക്കുന്ന കണക്ക് വെക്കാം, ഇറച്ചി കറി വെക്കുന്ന കണക്ക് വെക്കാം, പിന്നെ തീയൽ വറുത്തരച്ച് തീയൽ വെക്കാം. അങ്ങനെ ശീമച്ചക്ക കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കറി വേണമെങ്കിലും വെക്കാൻ പറ്റും. ഇവിടെ എല്ലാവർക്കും ശീമച്ചക്ക തോരൻ വലിയ ഇഷ്ടമാണ്. പിന്നെ ഇറച്ചി തോരൻ വെക്കുന്ന കണക്ക് വെക്കാൻ ഇന്നിപ്പോൾ രാവിലെ മുട്ടക്കറിയൊക്കെ കഴിച്ചതുകൊണ്ട് ആർക്കും അധികം അങ്ങനെ താല്പര്യമില്ല. ഇതിപ്പോൾ ഞാൻ സാധാരണ തോരൻ വെക്കുന്ന കണക്ക് വെക്കുകയാണ് കേട്ടോ. അതുപോലെ നമുക്ക് വേണമെങ്കിൽ പച്ചമുളകും കീറിയിട്ട് തേങ്ങ ഇട്ട് മെഴുക്കുവരട്ടി പോലെയും വെക്കാൻ പറ്റും ഈ ശീമച്ചക്ക. അങ്ങനെ ശീമച്ചക്ക ഇഷ്ടമുള്ളവർക്ക് പലതരത്തിലും വെക്കാൻ പറ്റും. ഇത് ഞാൻ ശീമച്ചക്ക ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് അടച്ച് വെച്ച് ഒന്ന് ചെറുതായിട്ട് ആവി കയറ്റിയതിന് ശേഷം നമ്മുടെ തേങ്ങ ചതച്ചിടുകയാണ്. തേങ്ങയ്ക്കകത്ത് ഞാൻ അല്പം മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം പെരുംജീരകവും നമ്മുടെ ഇറച്ചിക്കിടുന്ന അല്പം കറി മസാല ആ തേങ്ങയുടെ കൂടെ ഒപ്പം ചതച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ തോരൻ പോലെ തന്നെ ഉണ്ടാക്കിയെടുത്തത്. ഇനിയിപ്പോൾ ശീമച്ചക്ക ഒരുപാട് വരുമ്പോൾ നമുക്ക് പലവിധ കറികളും ഉണ്ടാക്കാമല്ലോ. ഇന്നിപ്പോൾ ഇങ്ങനെ വെക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് ചാള വറുക്കാൻ ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ അതും വറുത്തു. പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിനുള്ള കറികൾ. ഞങ്ങൾ ഇത് മീനൊന്നും ആരും കൂട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിക്കാതിരുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മീൻ വാങ്ങിച്ച് തുടങ്ങിയത്. ഇത് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ചോറ് പൊതിഞ്ഞതാണ്. അവൾ ജോലിക്ക് വേണ്ടി ഇന്ന് തിരിച്ചു പോവുകയാണ്. തിങ്കളാഴ്ച അവർക്ക് ജോലിക്ക് കയറണം. അവൾ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അന്നേരം അവൾക്ക് ഒരു പൊതി ചോറ് തന്നുവിടാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് കൊടുത്തു വിടുകയാണ്. അവൾക്ക് വേണ്ടെന്നൊക്കെ ആദ്യം പറഞ്ഞു. അങ്ങനെ അവൾ അറിയാതെ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അവൾ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും. അങ്ങനെ മഴ ആയതുകൊണ്ട് കുടയൊക്കെ പിടിച്ച് പോവുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ. ഇത്രയൊക്കെ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.